ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 7.6 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസ് ഭയങ്കര 2-3 വീഡിയോസൊക്കെ ആയി പോയിട്ടുണ്ട്. സാധാരണ ഒറ്റ വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ടാണ് കുറച്ച് 10-17 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 18 മുതലുള്ളത് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അല്ല, എത്ര 17 ക്വസ്റ്റ്യൻസ് ആവുന്നത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 18 മുതലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് 18ാമത്തെ ക്വസ്റ്റ്യൻ, e⁻x ഇൻറ്റു 1 + sin x ബൈ 1 + cos x. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മളെന്താണ് ഇപ്പോൾ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യൻ വരെ പറയാൻ മറന്നു വിട്ടുപോയതല്ല, മാറുന്നതാവില്ലേ ആയിരിക്കും. അപ്പോൾ നമ്മളെന്താ 15 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ പറയുക, ഈ സാധനം ഉണ്ടാവാറില്ല, അതായത് e⁻x. അപ്പോൾ ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 21ാമത്തെ ക്വസ്റ്റ്യൻ വരെ 16 തൊട്ട് 21 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും ഒരു e⁻x എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്താ പറയുക, ഇതിപ്പോൾ എന്തൊട്ട് ചെയ്യണത് പാർട്സ് ചെയ്യുമ്പോൾ e⁻x ഇൻറ്റു അതായത് ഇൻ്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) dx ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് e⁻x ഇൻറ്റു f(x) എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? കോസ് ആണ്. അപ്പോൾ ഈ എന്താ പറയുക, e⁻x ഇൻറ്റു f(x) പ്ലസ് f'(x) എന്നുള്ള ഫോമിലാണ് എന്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അത് മീൻസ് ആ ഫോമിലേക്ക്, അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് ശ്രദ്ധിക്കുക. ആ ഫോം മീൻസ് എന്താണ് ആ മെത്തേഡിലാണ് അത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും എന്താ പറയുന്നത് പോലത്തെ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിലാണ് അത് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ യൂസ്ഫുള്ളാന്ന് തോന്നുന്നതുകൊണ്ടാണ് ചെയ്യുന്നത്. ആരും വീഡിയോസ് കാണാറില്ല എന്നറിയാം. ആൻഡ് നമുക്ക് എന്തായാലും 18ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, e⁻x 1 + sin x ബൈ 1 + cos x. അപ്പോൾ എന്താണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രലിൻ്റെ അകത്ത് എഴുതണം. എന്നിട്ട് എന്താണ് നമുക്ക് ഈ 1 + sin x ഉണ്ടല്ലോ, അതിനകത്തെ sin x-നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു അതായത് sin 2x-നെ നമുക്ക് എന്താണ് 2 sin x cos x എന്ന് എഴുതാം. അപ്പോൾ ഇതെന്താണ്, ഇത് x മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, sin x ബൈ മാഷി മാറിയല്ലോ, ഇതിപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഇപ്പം എന്താണ് sin x ബൈ 2 അതുപോലെ തന്നെ cos x ബൈ 2 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താണ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് e⁻x ഇൻറ്റു 1 + sin അതായത് 2 sin x ബൈ 2 ഇൻറ്റു cos x ബൈ 2 ഡിവൈഡ് ബൈ അടുത്താരാണ് 1 + cos x കിടക്കുന്നുണ്ട്. അതിനെ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത് 2 ഇൻറ്റു cos സ്ക്വയർ x ആണ്, അതായത് 1 + cos 2x-ൻ്റെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനെ ഈ സാധനത്തിന് ഇങ്ങനെ തന്നെ എഴുതാം, ബൈ 2 x ബൈ 2 എന്ന് എഴുതാം, 1 + cos x-നെ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, ഇതിനകത്ത് sin x-നെ നമ്മൾ എന്താ പറയുക ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് എന്താണ് ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദെൻ അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ സൈഡിൽ എഴുതി വെച്ചോ എന്ത് ചെയ്തിട്ടുള്ള പ്രോസസ്ന്ന്, യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അടുത്തതിലും നമ്മളെന്താണ് 1 + cos x-നെ മൊത്തമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താ വരിക, 2 cos സ്ക്വയർ x ബൈ 2 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക, നമ്മൾ നോക്കാം. അപ്പോൾ എന്താ ചെയ്യണം, ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിലിപ്പോൾ ഈ മേലെ കിടക്കുന്ന ആളെ കണ്ട 2 sin x ബൈ 2 ഇൻറ്റു cos x ബൈ 2, അതുപോലെ തന്നെ അടിയിൽ കിടക്കുന്ന ആളെ 2 cos സ്ക്വയർ x ബൈ 2. അപ്പോൾ എന്താണ് cos x ബൈ 2 എന്ന് പറയുന്ന ഒരാൾ കോമൺ ആയിട്ടുണ്ട്. പല നമുക്ക് എന്താണ് ക്യാൻസൽ ചെയ്ത് കളയാം. എന്താ ചെയ്യുക, ഇവിടെ cos സ്ക്വയർ x ബൈ 2 പ്ലസ് എന്താണ് 2 sin x ബൈ 2 ഇൻറ്റു cos x ബൈ 2 x ബൈ 2 by 2 cos square x by 2
ടൂവും ഈ ടൂവും വെട്ടുക, ഈ കോസ് സ്ക്വയറിനെയും ഈ കോസ് എക്സ് ബൈ ടുവിനെയും വെട്ടുക. അപ്പോൾ എന്തായിട്ടുണ്ട് ആ സാധനം? സൈൻ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ ടു. അവനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ എക്സ് ബൈ ടു എന്ന് എഴുതാം. ടാൻ എക്സ് ബൈ ടു എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്താണ് പറയുക, അവിടെ എന്താ കൊടുക്കണത്? ഒരു 1/2 ഇൻറ്റു 1/cos സ്ക്വയർ എക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1/cos സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത്? 1/2നെ നമുക്ക് വേറെ എഴുതാം. അതെന്താണ്? സീക്സ് സ്ക്വയർ എക്സ് ബൈ ടു ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ എന്താണ്? ടാനും ഉണ്ട് സീക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാനിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? സീ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എടുക്കാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? ടാൻ എക്സ് ബൈ ടു എന്ന് എടുക്കാം. അപ്പോൾ അതിൽ എഫ് ഡാഷ് ഓഫ് എക്സിനെ എങ്ങനെ കിട്ടും നമുക്ക്? ഇതിനെ സീക്സ് സ്ക്വയർ എക്സ് ബൈ ടു ഇൻറ്റു 1/2 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് നമുക്കിത് ഈ സാധനം എന്താണ്? ടാൻ എക്സ് ബൈ ടു, അതായത് എഫ് ഓഫ് എക്സ് എന്നായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആരായി? എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ എന്താണ്, നമ്മൾ ആ ഒരു ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തെന്നാണ് വരിക? ഈ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. നമ്മുടെ എഫ് ഓഫ് എക്സ് ആരാണ്? ടാൻ എക്സ് ബൈ ടു ആണ് അല്ലേ? ടാൻ എക്സ് ബൈ ടു ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെന്താ, അതിൻ്റെ കൂടെ ഒരു പ്ലസ് സിയും കൂടി വരും. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മളിവിടെ ചെയ്തത്, അതായത് ഈ ക്വസ്റ്റ്യൻ അല്ല 16ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് എന്താ പറയുക, ചെയ്യണ പ്രോസസ്സുകളൊക്കെ നോക്കി വെച്ചോ. മനസ്സിലാവണ്ട? അപ്പോൾ എന്താ പറയുന്നത്, പാർട്സിൽ തന്നെ വേറൊരു മെത്തേഡാണ് ഇവിടെ, വേറൊരു മെത്തേഡൊന്നുമല്ല. അപ്പോൾ അതാ എക്സാമ്പിൾ 21ൻ്റെ അടിയിൽ എന്താ പറയുക, ഇൻ്റഗ്രൽ ഓഫ് സ്പെഷ്യൽ ഓഫ് ദ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ശ്രദ്ധിക്കുക. അതൊരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ ഈ റേസ് ടു എക്സ് ഇൻറ്റു 1/x മൈനസ് 1/x സ്ക്വയർ ആണ് വരണേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, സിമ്പിളാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്ത് പോവാം നമുക്ക് അങ്ങോട്ട്. അപ്പോൾ എന്താ പറയുക, ഇൻ്റഗ്രൽ ഈ റേസ് ടു എക്സ് 1/x മൈനസ് 1/x സ്ക്വയർ. ഇപ്പോൾ ഇതിനകത്ത് എന്താണ്, ടേക്കിംഗ് എഫ് ഓഫ് എക്സ് ആസ് എന്താണ് 1/x, ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവൻ്റെ ഡെറിവേറ്റീവ് ആരാ വരിക? എക്സ് റേസ് ടു -1 ആണ് സാധനം. അപ്പോൾ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ, അതായത് -1 അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ -1/x സ്ക്വയർ ആണ് എന്ത്, നമ്മുടെ എഫ് ഓഫ് എക്സ്, അതായത് 1/xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ ഡയറക്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതാം. എന്തെന്നാണ്, ഈ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. മനസ്സിലായ? അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ എന്താണ് ഈ സാധനം മീൻസ് എന്താണ് ആ ഫോമിലേക്ക് എടുക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്, എന്താണ് ഈ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ആണ് വരിക. അപ്പോൾ ഈ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ആരാണ്? 1/x ആണ്. അപ്പോൾ ഈ റേസ് ടു എക്സ് ഇൻറ്റു 1/x എന്ന് എഴുതാം. മനസ്സിലായോ? പ്ലസ് എന്താണ് ഒരു സിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, x-3 ഇൻറ്റു ഈ റേസ് ടു എക്സ്. അപ്പോൾ എന്താണ് x-3 ഇൻറ്റു ഈ റേസ് ടു എക്സ് ബൈ x-1 ദ ഹോൾ ക്യൂബ്. അപ്പോൾ അതിനെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറയുക, x-3 e raised to x by x-1 the whole raised to 3. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, എന്താണ് ഈ x-3നെ നമുക്ക് x-1 -2 എന്ന് എഴുതാം. അപ്പം എന്നിട്ട് എന്താ ചെയ്യുക, അതിൻ്റെ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്താണ് അങ്ങനെ തന്നെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതാം. x-1 the whole cube പിന്നെ -2 ഡിവൈഡഡ് ബൈ എന്താണ് x-1 the whole cube അല്ലേ. അപ്പോൾ എന്താ വരിക, ഇത് എന്ന് പറഞ്ഞാൽ ക്യാൻസലായാൽ എന്താവും, എക്സ് 1 ഡിവൈഡഡ് ബൈ x-1 ദ ഹോൾ സ്ക്വയർ എന്നാവും. മറ്റേതെന്താവും, -2 ഡിവൈഡഡ് ബൈ x-1 ദ ഹോൾ ക്യൂബ് എന്നാവും. അപ്പോൾ എന്താ പറയുക, ടേക്കിംഗ് എഫ് ഓഫ് എക്സ് ആസ് എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് ആരായിട്ട് എടുക്കാം, 1/x-1 ടു ദ പവർ 2 എന്ന് എടുക്കാം. ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ, അപ്പോൾ x-1 ഇൻറ്റു എന്താ അല്ല മീൻസ് x-1 ടു ദ പവർ -2. അപ്പോൾ അവൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആരെ വരിക,
-2 ഇൻറ്റു എന്താ പറയുക ഈ സാധനം x-1 അപ്പോൾ എന്ത് വരും, ഇത് -3 എന്നായി മാറും. അപ്പോൾ എന്താ വരിക ആൻസറിൽ -2 ഡിവൈഡഡ് ബൈ x-1 3 എന്നാവും. മനസ്സിലായോ എന്തായിട്ടുണ്ട്? ഈ f(x) + f' എന്നുള്ള ഫോമിലേക്ക് നമുക്ക് എന്താണ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ ഇവിടെ ജസ്റ്റ് എന്താ പറയുക ഒരു സാധനം. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം എന്താ ചെയ്തത്, ഇവിടെ ഇൻ്റഗ്രേഷൻ ഒന്നുമല്ല നമ്മൾ ചെയ്യണത്. നമ്മളെന്താ ചെയ്യണത്, ഡിഫറൻസിയേഷനാണ്. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക ഡിഫറൻഷ്യൽ മീൻസ് ഡെറിവേറ്റീവ് ഉണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ എന്താ അതിൻ്റെ നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒന്നിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ അതറിഞ്ഞെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക പഠിക്കാനാണ് ആ രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് പഠിക്കും. അപ്പോൾ എന്തിനാ നമുക്ക് ഇങ്ങനെ എഴുതാം, e⁻x ഇൻറ്റു ആരാണ് 1/(x-1) -2 ഡിവൈഡഡ് ബൈ x-1 ഇസ് ഈക്വൽ ടു എന്തെന്നാ വരിക. എന്തൊക്കെ മാച്ചുകൾ ഇട്ടാ സ്ഥലമില്ലാത്ത കാരണം. അപ്പോൾ എന്താ വരിക, e⁻x ഇൻറ്റു 1 ഡിവൈഡ് ബൈ x-1 അല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്താണ് f(x) മൈനസ് f' എന്ന് എഴുതുക dx. അപ്പോൾ എന്താ വരിക, ഇതിൻ്റെ ആൻസറിൽ e⁻x ഇൻറ്റു എന്തുട്ടാണ് f(x) എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു e⁻x ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ x-1 എന്ന് വരും. പിന്നെന്താണ് ഒരു പ്ലസ് സിയും കൂടി ഉണ്ടാവും. മനസ്സിലായോ? പ്ലസ് സിയും കൂടി ഇട്ട് കൊടുക്കുക. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുട്ടാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ e⁻x sin x ആണ്. അപ്പോൾ ഇത് വേറെ മെത്തേഡിലുള്ള തോന്നുന്നുണ്ട് ചെയ്യുക. നമുക്ക് നോക്കിയൊക്കെ എങ്ങനെ ചെയ്ത് പോകണം. അറിയൊന്നുമില്ല അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു അല്ല e⁻x അല്ല തോന്നുന്നു, വേറെ ആരും കൂടെ ആണത്. അത് e⁻2x ആണ്. പിന്നെ എന്തുട്ടാണ് ഒരു sin x ഉണ്ട് dx. അപ്പോൾ നമുക്ക് എന്താ വെച്ചെങ്കിൽ ഇവിടെ മറ്റേ സാധനം എന്തുട്ടാണ് ഹൈലൈറ്റ് ഉപയോഗിക്കും. ഇവിടെ എന്താ ഇൻവേഴ്സ് അല്ല ആര വരുന്നുണ്ട് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിലിപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അല്ല ലാസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, sin x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാ വരിക, e⁻2x/2 എന്ന് വരും. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ആരാ വരിക sin x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻2x എന്ന് പറഞ്ഞാൽ ഗെയിൻ എന്താണ് വരിക, ഈ സാധനം /2 എന്ന് വരും. ഇവിടെ sin x അല്ല വേണ്ട, ഇവിടെ ഡെറിവേറ്റീവ് ഓഫ് sin x ആണ് വരുന്നത്, അതായത് cos x ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ എന്താ പറയുക, ഇതിനകത്ത് നീ 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കുക. 1/2 നമുക്ക് ആവശ്യമില്ല, 1/2 ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മറക്കാണ്ട് ഇവിടെ ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ എന്താ പറയുക, ഇൻ്റഗ്രൽ cos x ഇൻറ്റു e⁻2x എന്ന് പറയുമ്പോൾ അതിനെ അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, cos x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് e⁻2x/2 എന്ന് വരും. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് എന്താ പറയുക ഡെറിവേറ്റീവ് ഓഫ് cos x എന്ന് പറയുമ്പോൾ ആര് വരിക, sin x വരും. മൈനസ് sin x എന്ന് വരും. ദെൻ ഇൻ്റഗ്രൽ ഓഫ് e⁻2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാവും, അത് e⁻2x/2 എന്നാവും. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ഇത്രയും സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ മൊത്തം സാധനത്തിന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഭയങ്കര സ്ഥലമില്ല. നമുക്കെന്താണ് നമ്മൾ അടുത്ത സാധനമുള്ളത്, അതായത് i = e⁻2x ഇൻറ്റു sin x dx ഇൻ്റഗ്രൽ e⁻2x ഇൻറ്റു sin x dx എന്ന് എഴുതി കൊടുക്കുക. മീൻസ് ഫസ്റ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഈക്വൽ ടു ഇട്ടിട്ട് ജസ്റ്റ് i ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ പറയണത്, i = അതായത് ഐനാണ് നമ്മളിപ്പോൾ ഈ ചെയ്ത് വന്നിട്ടുള്ളത്. എന്തൊട്ടാണ് sin x ഇൻറ്റു e⁻2x/2 മൈനസ് ആ മൈനസിന് ശേഷം എന്താണ് ഒരു 1/2 ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 1/2 കിടക്കുന്നുണ്ട്. പിന്നെന്താണ് ഒരു e⁻2x/2 കിടക്കുന്നുണ്ട്. പിന്നെ ഒരു cos x കിടക്കുന്നുണ്ട്. പിന്നെന്താണ് ഒരു -1/2. അതായത് ഈ പുറത്തുണ്ടായിരുന്ന -1/2 ആകുമ്പോൾ ഇവിടെ എന്താവും, അത് പ്ലസ് ആവും. പിന്നെ ആ സൈനിൻ്റെ മുമ്പിൽ ഒരു മൈനസ് കിടക്കണോണ്ട് അതെന്താവും, എഗെയിൻ അത് മൈനസായി മാറും. അപ്പോൾ എന്താ പറയുക, അവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ മുമ്പിൽ ഒരു 1/2 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും 1/4 ആയി മാറും. മനസ്സിലായ? പിന്നെ ഇൻ്റഗ്രൽ sin x e⁻2x എന്ന് തന്നെ വരും.
മനസ്സിലായി. ഇവിടെ ഒരു DXും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായിട്ടുണ്ട് നമ്മുടെ ഫംഗ്ഷൻ സാധനമല്ല ആൻസർ നമ്മൾ ഇവിടം വരെ എത്തി, ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലിപ്പോൾ ഇവിടെ എന്താണ് ഈ 2 നമുക്ക് എന്താണ് by 4 എന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കാം. ഇനി എന്താ പറയുക, ഇവിടെ ഒരു 4ൻ്റെ ഓർമ്മയുണ്ട്, അതായത് e⁴2x/2 ഉള്ളൂ. നമുക്ക് എന്താണ് അതിനെയും കൂടി ഒരു ഇതാക്കി കൊടുക്കുക, 4 ആക്കി കൊടുക്കുക. അപ്പോൾ എന്താ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, അപ്പോൾ ഇവിടെ ഒരു 4 ആയി. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ 4 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ മായ്ച്ച് കളയുക. എന്നിട്ട് എന്താണ് ആ 4നെ എടുത്ത് ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്യണത് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നത്. അതായത് ഇവിടെ എന്തായിരുന്നു e⁴2x/2 × sin x ആയിരുന്നു. അപ്പോൾ നമുക്കത് അടുത്ത ടേം നോക്കുമ്പോൾ e⁴2x × cos x / 4 എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത ടേം നോക്കുമ്പോൾ എന്താ -1/4 × ഇൻ്റഗ്രൽ sin x × e⁴2x dx എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് അവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കിയതാണ്. അപ്പോൾ എന്താ ചെയ്ത്, ആ ഫസ്റ്റ് ടേമിന് ഒരു 2ൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതിന് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇത്രയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കെന്താണ് ഇവനാണ് നമ്മളെന്ത് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കെന്താണ് അത് ഇവിടെ തിരിച്ച് എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പുട്ട് ചെയ്ത് കൊടുക്കുക എന്ത് വേണമെങ്കിൽ വിളിക്കുക. നമുക്കെന്താണ് ഇവനെ നമുക്കെന്താ എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായി? -i ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4i എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു -i എടുക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഈ -i അങ്ങോട്ട് എടുക്കണം. അപ്പോൾ 5i = എന്തെന്നാ വന്നേ 2 sin x e⁴2x - e⁴2x × cos x എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഇതിനകത്ത് നിന്ന് ഈ e⁴2x അങ്ങോട്ട് പുറത്തെടുക്കുക. പുറത്തെടുക്കാം. അപ്പോൾ sin x മൈനസ് ആരെ വരിക cos x കുഴപ്പമുണ്ടല്ലോ. ഓക്കെ, എന്താണ് അപ്പോൾ എന്താണ് ഈ സാധനത്തിന് നമ്മളിങ്ങനെ എഴുതി. ഇനി എന്താണ് നമ്മുടെ നമ്മുടെ ഇൻ്റഗ്രൻ്റ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സാധനമല്ല. നമ്മുടെ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് e⁴2x × sin x ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇൻ്റഗ്രൽ e⁴2x sin x dx-നെ നമ്മൾ i എന്നാണ് വിളിച്ചത്. അപ്പോൾ എന്താ പറയണത് ഇവിടെ എന്നിട്ട് 5i എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ i = അതായത് ആ സാധനത്തിൻ്റെ ഇൻ്റഗ്രലാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ എന്താണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ i ആയിട്ട് എടുത്തു. അപ്പോൾ എന്താ ചെയ്യുക, ആ 5 ഇവിടെ ഇട്ട് കൊടുക്കുക. മനസ്സിലായ? അപ്പോൾ എന്തായിട്ടുണ്ട് i = അല്ലെങ്കിൽ എന്താ പറയുക തന്നിട്ടുള്ള നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള സാധനം എന്തായി, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് 1/5 × e⁴2x × 2 sin x - cos x എന്നായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് 22ാമത്തെ ക്വസ്റ്റ്യൻ sin inverse 2x/1 + x² എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കി വെച്ചോ. അപ്പോൾ sin inverse ആദ്യം എന്താ പറയുക, ഇതിനൊക്കെ എന്താ അങ്ങനെ കൊടുക്കണം കേട്ടോ, ഒരു ഇൻ്റഗ്രലും പിന്നെ ഒരു dx. പിന്നെന്താ വെച്ചെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പം എന്താ പറയുക പുട്ട് x = tan θ എന്ന് എഴുതാം. അപ്പം എന്താ വരിക 2 tan θ/1 + tan square θ dx എന്ന് വരും. അല്ലേ? അപ്പോൾ നമുക്കെന്താണ് ഇതിനൊരു റിസൾട്ട് ഉണ്ട്, അതായത് 2 tan θ / 1 + tan square θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൂട്ടാണ് sin inverse sin 2θ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ dx തന്നെയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇവനെ നോക്കുമ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ എന്തൂട്ടാ വരിക 2 വേണമെങ്കിൽ പുറത്ത് കിടാം θ dx എന്നാണ് വരിക. അപ്പോൾ നമുക്ക് എന്താ വെച്ചെങ്കിൽ θ dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ എന്താണ് നമുക്കറിയാം, നമ്മളാണ് tan θ എന്ന് എടുത്തത് എക്സിന്. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് θ = നമുക്ക് തിരിച്ച് tan inverse x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. tan inverse x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് dx. അപ്പോൾ പുറത്തൊരു 2 കിടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്, ഇനിയിപ്പോൾ ഇവൻ ആരാണ്, ഇവൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ, ഇവൻ ഇൻ്റഗ്രൽ എന്തോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക
നമുക്ക് ഇവിടെ മറ്റേ സാധനമല്ല ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ഉപയോഗിച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ടാൻ ഇൻവേഴ്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 1 dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അതാരാ അവനാരാ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. പിന്നെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ആരെന്നെ എഴുതുന്നുണ്ട് മറന്നുകൂട്ട 1 എഴുതുക. അപ്പം എന്താ വരിക ഇതിലിപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ പറഞ്ഞാൽ 1 dx എന്തായി മാറും, അത് എക്സ് ആയി മാറും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ എന്താണ് എക്സ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒക്കെ മുമ്പിൽ ഒരു 2 ഉണ്ട് ഇടുന്നിട്ട് ഒരു 2 ഇവിടെ ഉണ്ട്. പിന്നെ എന്താ വെച്ചെങ്കിൽ ഇനി എന്താണ് ഇവിടെ ഇപ്പോൾ എന്താ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം നമുക്കിതിനെ. പിന്നെ എന്താ പറയുക മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ബൈ 1 + x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എന്താണ് നമുക്ക് 1 + x² അറിയാലോ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പി എന്ന് കൊടുക്കുക. വേർ ഡി ബി = ആരാണ് 2x dx എന്ന് വരും. അപ്പോൾ എന്താ വരിക ഈ 2നെ താഴത്തേക്ക് ഇടുക. അപ്പോൾ ഇവിടെ x dx കിടക്കുന്നുണ്ട്. മീൻസ് ഞാൻ എന്താണ് ഈ ഒരു ഭാഗത്തിന് ഈ ഒരു പാർട്ടിൻ്റെ മാത്രം ഇൻ്റഗ്രേഷൻ വേറെ ചെയ്യണതാണ്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇവിടെ ലോഗ് പി എന്ന് വരും. അതായത് ഇപ്പോൾ ഒന്നുമില്ല സിമ്പിൾ സാധനം ഏത് x dxനെ നമ്മൾ ഡി പി എന്ന് ഇട്ടു. വേർ 1 + x² നമ്മൾ എന്താണ് ഒരു പി എന്ന് വിളിച്ചു. പിന്നെ ഒരു 1/2 ഉണ്ട് അതിനെ നമ്മൾ പുറത്തിട്ടു. എന്നിട്ട് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോഗാവും വരിക മീൻസ് ലോഗ് പി എന്ന് വരുമോ. അപ്പോൾ ലോഗാവുമ്പോൾ എന്താ വെച്ചെങ്കിൽ 1 + x² എന്ന് അവിടെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത്രയും വരെ ചെയ്തു. എന്നിട്ട് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് ഇത് ഈ പീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ -1/2 ലോഗ് 1 + x² വരെയാണ് നമ്മൾ ചെയ്തെത്തിയത്. ഇനി ഇവിടെ ഒരു 2 കിടക്കുന്നുണ്ട്. അപ്പോൾ ആ 2ന് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഈ 2 ക്യാൻസലായി പോകും. അപ്പോൾ എന്താ വരിക ആൻസർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സ് +c ഉണ്ടല്ലോ ലാസ്റ്റ് അത് ഇടാൻ മറന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അത് ഒരു +c ഇട്ട് കൊടുത്തിട്ട് വരും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻസർ 2x × tan ഇൻവേഴ്സ് എക്സ് മൈനസ് log 1 + x² പ്ലസ് എന്താണ് c. ഇവിടെ ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ എന്താ പറയുക ഇതവിടെ ഇട്ടു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ചൂസ് ദ കറക്റ്റ് ആൻസർ ഇൻ എക്സസൈസ് 2, 3 and 2, 4. 23, 24 എന്താണ് ചൂസ് ചെയ്യാനാണ്. ഇതിലിപ്പോൾ കാണാനില്ല എന്തുകൊണ്ടാണ് അവിടെ കിടക്കണമെന്ന്. x³ ആണോ x⁴ ആണോ എന്നൊന്നും മനസ്സിലാവണില്ല. നമുക്ക് എന്തായാലും ഇത് x³ തന്നെയാവും കേട്ടോ. എന്തായാലും അത് കാണാനില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 23 ഇൻ്റഗ്രൽ x² × e⁻x³ dx അത് = എന്തെന്നാണ് അവർ ചോദിക്കണേ. നമുക്കെന്താ വെച്ചെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൊടുക്കുക ഇൻ്റഗ്രൽ x² × e⁻x³ dx. ഇതിലെന്ന് പറഞ്ഞാൽ t = x³ ഒന്ന് പുട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3x² dx നമുക്ക് dt എന്ന് കിട്ടും. വേർ x² × dx ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് dt/3 എന്ന് ഇവിടെ കൊടുക്കാം. വേറെ e⁻t എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇൻ്റഗ്രൽ e⁻t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/3 നമ്മൾ ഇട്ട് കൊടുക്കാൻ മറന്നുണ്ട്. അപ്പോൾ 1/3 × ഇൻ്റഗ്രൽ e⁻dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻t വരും. വേറെ e⁻t എന്ന് പറയുമ്പോൾ ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ e⁻x³ എന്താ പറയുക +c എന്നും കൂടി ഉണ്ടാവും അതിൻ്റെ കൂടെ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താ വെച്ചെങ്കിൽ 1/3 × e⁻x³ ആണ്. അപ്പോൾ a ആയിരിക്കും ആൻസർ. മീൻസ് a ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24ാമത്തെ e⁻to ആരാണത് x തന്നെയാണ്. x × sec x e⁻x sec x × 1 + tan x dx ആണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇൻ്റഗ്രൽ e⁻x sec x 1 + tan x dx where e⁻x × sec x plus sec x tan x dx. അപ്പോൾ എന്താ വരിക ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ നേരത്തെ ഫോർമുല അല്ല ഇൻ്റഗ്രൽ ഓഫ് സമ്മോർ ടൈപ്പ് അല്ല നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ e⁻x × f(x) + f'(x) ആ ഒരു രൂപത്തിലാണ് കിടക്കുന്നുണ്ടാവും ഈ സാധനം. അപ്പോൾ നമുക്കെന്താണ് പുട്ട് f(x) അല്ലെങ്കിൽ ടേക്കിംഗ് f(x) ആസ് എന്താണ് sec x എന്ന് എടുക്കുക.
ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ആരാ വരിക? സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ് സീക്ക് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ദെൻ എന്താ പറയുന്നത് പ്ലസ് എന്താണ് സിക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് വരുന്നത്. ഡി എക്സ് എന്നിട്ട് കൊടുക്കാം. ദെൻ എന്താണ് ഈ ഒരു സാധനത്തിൻ്റെ ആൻസർ? സാധനമെല്ലാം ഈ ഒരു ഫോമിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ടു ദ പവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ആണ്. അപ്പോൾ എന്താണ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരിക? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ന് വരും പ്ലസ് സി എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുമില്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താ വെച്ചെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നുണ്ട്. അത് മൊത്തം ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്താൽ മതിയായിരുന്നു വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താ വെച്ചെങ്കിൽ ഇനിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ പിന്നൊന്നുമില്ല.